ഈ ശംശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ദൈവഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങി ദൈവിക പദ്ധതിയോട് വിധേയപ്പെട്ട് വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദേശത്ത് മഴ പെയ്യാതെ വരൾച്ച ഉണ്ടായപ്പോൾ ആ ദേശത്തുള്ള ഇടവകയിലെ വികാരിയച്ഛൻ ഞായറാഴ്ച രാവിലെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞ് ദിവികാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇടവകയിലെ ഓരോ ജനങ്ങളും കടന്നു വരുവാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ പള്ളിമേടയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ഒരു കുടയും വയ്ക്കുകയായി പള്ളിയിലേക്ക് കയറി വരികയാണ്. അതുകൊണ്ടപ്പോൾ അച്ഛൻ ചെന്ന് ഈ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ കുടയൊക്കെയായിട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഇന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈശോ നമുക്ക് മഴ തരും, അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മഴ നനയാതെ പോകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കുട എടുത്തത് എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമുക്കൊന്നും പലപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. സുവിശേഷത്തില് ബെസൈദ കുളക്കടവില് 38 വർഷക്കാലം കഴിഞ്ഞ ആ തളർവാദ രോഗി ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ, വെള്ളം ഇളകുമ്പോൾ എന്നെ ആരും ആ വെള്ളത്തിലേക്ക് ഇറക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട് ഈശോയോട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലപ്പോഴും പരാതിയൊക്കെ പറയുന്നവരാണ് നമ്മൾ. അങ്ങനെയൊക്കെ പരാതി പറഞ്ഞ് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ നമ്മൾ തന്നെ ചില ബന്ധനങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വചനം ധ്യാനിക്കുന്നത് നല്ലതാണ്. വചനം ഇതാണ്, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 16, 17, 18, 19 തിരുവചനങ്ങൾ. വചനം ഇതാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും സന്തോഷത്തോടെ കൂടിയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഈ ഒരു 3 കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ തുടങ്ങും. എന്നാൽ പലപ്പോഴും നമുക്കിത് സാധിക്കുന്നില്ല. എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എപ്പോഴും ഇടപെടാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇടപെടാതെ ഇങ്ങനെ അവരങ്ങനെ ചെയ്തു ഇവരെങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എപ്പോഴും നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? നമ്മളെപ്പോഴും ഈശോയെ, ഞാൻ എത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കത് തന്നില്ല, എനിക്കിത് തന്നില്ല, ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാകുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ തുടങ്ങും. ചില ബന്ധനങ്ങളൊക്കെ നമ്മൾ ഈ വചനത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ച് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ, അതിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നിർവീര്യമാക്കാതെ പരിശുദ്ധാത്മാവിനോടൊത്ത് യാത്ര ചെയ്യുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും സാന്നിധ്യവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.